നമസ്കാരം. ബഹുമാന്യരെ, ഈ വർഷത്തെ അക്കാദമി അവാർഡ് ജേതാക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാം നിങ്ങൾക്ക് സുപരിചിതരാണ്. അതുകൊണ്ട് അത്തരം ഒരധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഇവരിലൊരാൾ നിങ്ങൾക്കൊരു തരത്തിൽ അത്ര പരിചിതയല്ല. ഒരു കവയത്രി എന്ന നിലയിൽ ഏറെ സുപരിചിതയായ ശ്രീമതി രാജലക്ഷ്മി ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ വർഷത്തെ മികച്ച നോവലിസ്റ്റായിട്ടാണ്. ഒരു കഥാകാരി എന്ന നിലയിൽ ഇവർ നിങ്ങൾക്ക് പുതുമുഖമാണ്. ആദ്യ നോവലിന് തന്നെ അവാർഡ് നേടുക എന്ന അത്യപൂർവമായ വിജയത്തിന് അവരെ നമുക്ക് പ്രത്യേകം അനുമോദിക്കാതെ വയ്യ. സ്ത്രീ വിമോചനത്തിന്റെ വക്താവായ അവരും അവരുടെ കവിതകളും കഥകളും ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ. ഔദ്യോഗികവും രാഷ്ട്രീയവുമായ തിരക്കിനിടയിൽ അധിക നേരം നമ്മളോടത്ത് ചെലവഴിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് കാര്യപരിപാടിയിൽ അല്പം ഭേദഗതി വരുത്തി അദ്ദേഹത്തെ ആ ചടങ്ങിന് ക്ഷണിക്കുന്നു. കവിത ശ്രീ രാജേന്ദ്രൻ പട്ടാമ്പി. സമാഹാരത്തിന്റെ പേര് സപ്തസ്വരങ്ങൾ. നാടകം ശ്രീ ഖാദർ പട്ടത്താനം. കൃതിയുടെ പേര് അക്ഷകണ്ഠം. ചെറുകഥ ശ്രീ ജോർജ് ജോസഫ്. സമാഹാരത്തിന്റെ പേര് ഒട്ടകപ്പക്ഷി. നിരൂപണം ശ്രീ കെ പി അച്യുതൻ. കൃതിയുടെ പേര് ആധുനിക വിമർശനം, പ്രസക്തിയും പ്രശ്നങ്ങളും. നോവൽ ശ്രീമതി രാജലക്ഷ്മി. കൃതിയുടെ പേര് ശാന്തിഗ്രാമത്തിലെ അമ്മ. ഞാൻ സ്ത്രീ വിമോചനത്തിന്റെ വക്താവല്ല. സ്ത്രീക്ക് ആരിൽ നിന്ന് എവിടേക്കാണ് മോചനം? പുരുഷനിൽ നിന്നോ? അതൊരു മിഥ്യാധാരണയാണ്. സ്ത്രീ സംയോജിക്കപ്പെടുകയാണ് വേണ്ടത്, ശിവനും ശക്തിയും പോലെ. സ്ത്രീ നേടിയെടുക്കേണ്ടത് മോചനമല്ല, അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മാതൃത്വത്തിന്റെ മഹത്വമാണ്. അത് നേടാനുള്ളതല്ല, ആർജിക്കാനുള്ളതാണ്. എന്തും പ്രകൃതിയിൽ നിന്ന്, അമ്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിലനിൽക്കുന്നതും അമ്മയിലൂടെയാണ്. അമ്മയാണ് എല്ലാം എല്ലാം. സ്നേഹാദരങ്ങൾക്ക് നന്ദി. നമസ്കാരം. ടീച്ചർക്ക് മനസ്സിലായില്ലേ? ടീച്ചറിനെ പഠിപ്പിച്ചിട്ടുണ്ട് BA. ഓഹോ, പേരെന്താ? രാമാനന്ദൻ. ഇപ്പൊ മാതൃഭൂമിയില് സബ് എഡിറ്റർ ട്രെയിനിയാ. ടീച്ചർ എനിക്ക് ഇന്റർവ്യൂ തരണം. സോറി, ഇപ്പൊ സാധിക്കില്ലല്ലോ. എനിക്ക് ഇന്ന് തന്നെ നാട്ടിലേക്ക് പോണം. ഒരിക്കൽ വീട്ടിൽ വരൂ, സംസാരിക്കാം. ഒരു അരമണിക്കൂർ മതി. എന്റെ പ്രിവിലേജ് ആണ് ടീച്ചർ. അത് നമുക്ക് സംസാരിക്കാം, പക്ഷെ ഇപ്പൊ വയ്യ. ഇന്നാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ടീച്ചർ, പ്ലീസ്. ഞാൻ വരും ഹോട്ടലില്. മാഡം, ടിക്കറ്റ് 11:20 വണ്ടി. ശരി.
എക്സ്ക്യൂസ് മീ ടീച്ചർ. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്, എനിക്കിന്ന് രാത്രി തന്നെ പോണം. അറിയാം, അറിഞ്ഞുകൊണ്ടാ വന്നത്. 11:20 കണ്ണൂർ എക്സ്പ്രസ്. ടീച്ചർ എന്നോട് കടന്നിരിക്കാൻ പറഞ്ഞില്ല. ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ആ വാത്സല്യം എന്നോട് കാണിക്കണം. വരൂ, ഇരിക്കൂ. ഒറ്റയ്ക്കേ വന്നുള്ളൂ? അതെ. ഭർത്താവ്? സോറി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. 3 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു. 6 മാസം മുൻപ് അച്ഛനും. ഓ. എന്താണ് കവിതയിൽ നിന്നും കഥയിലേക്ക് മാറിയത്? മാറിയില്ലല്ലോ. എന്നും കവിതയാണ് എന്റെ ലഹരി. പിന്നെ ഈ കഥ, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ, സംഭവിക്കുന്നതല്ലേ. അതെ, എങ്കിലും ഒരു സ്പാർക്ക് എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെയായിരുന്നു? എന്നെ വേദനിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്ത കുറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. ആ നിമിഷങ്ങളുടെ ഒരു കടന്നാക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. സമർപ്പണം. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സമർപ്പണം എന്റെ ഗുരുനാഥനും സുഹൃത്തുമായിരുന്ന പ്രിയപ്പെട്ട അച്ഛനും ഒടുങ്ങാത്ത നൊമ്പരങ്ങൾ ഉണർത്തി കടന്നുപോയ ആത്മസഖികൾക്കും. അതെ, ഇതവരുടെ കഥയാണ്. ഈ കഥ എന്റെ ഒരു രഹസ്യമായിരുന്നു. എഴുതി പൂർത്തിയാക്കിയിട്ടും മറ്റാരെങ്കിലും അത് കാണിക്കാൻ നാണവും ഭയവുമായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ അച്ഛൻ കണ്ടെടുത്ത് വായിച്ചു. കളിയാക്കുമെന്നാണ് കരുതിയത്. വായിച്ചു കഴിഞ്ഞ് കുറെ നേരം ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കിയിരുന്നു. പിന്നെ എന്റെ കൈവിരലുകളിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതായിരുന്നു എനിക്ക് ലഭിച്ച ഏറ്റവും വിലയുള്ള അംഗീകാരം. നിങ്ങളിലെ കവിയുടെ വളർച്ചയുടെ മുഴുവൻ ക്രെഡിറ്റും അച്ഛനായിരുന്നു അല്ലേ? അതെ. വേട്ടയാടുന്ന നിമിഷങ്ങളെന്ന് പറഞ്ഞല്ലോ, മൊത്തം സാഹിത്യ ജീവിതത്തിൽ അതെങ്ങനെ പ്രതിഫലിച്ചു ഒന്ന് പറയാം? പ്രത്യേകിച്ചും ഈ നോവലിൽ. പറയാം. ജനിച്ചതും വളർന്നതും എന്റെ ഗ്രാമത്തിലാണ്. പ്രകൃതി അന്നും ഇന്നും എന്റെ അത്ഭുതമാണ്. കുന്നുകളും മലകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. അവിടെയായിരുന്നു എന്റെ ബാല്യവും കൗമാരവും. കുന്നിൻ മുകളിലെ ഉദയങ്ങളും അസ്തമയങ്ങളും കണ്ടാണ് ഞാൻ വളർന്നത്. പൊന്നരഞ്ഞാണം പോലെ തിളങ്ങുന്ന പുഴ എന്റെ ആഹ്ലാദമായിരുന്നു. അച്ഛന് സംഗീതത്തിൽ വലിയ കമ്പമായിരുന്നു. സംഗീത സാന്ദ്രമായ എത്രയെത്ര സന്ധ്യകളാണ് ഞങ്ങൾ അവിടെ